ഹായ് ഫ്രണ്ട്സ്, സ്പർശ് വെൽനസിലേക്ക് സ്വാഗതം. ഇന്ന് സൂര്യ നമസ്കാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൂര്യ നമസ്കാരം അഥവാ സൂര്യനോടുള്ള പ്രണാമം വേദകാലം മുതൽ തന്നെ ഭാരതത്തിൽ പ്രചാരമുള്ള ഒരു വ്യായാമ മുറയാണ് സൂര്യ നമസ്കാരം. പൗരാണിക കാലം മുതലേ മനുഷ്യർ സൂര്യനെ ഈശ്വരനായി കരുതി പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും ജീവതാളം നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. സൂര്യരശ്മിയുടെ ചൂടും പ്രകാശവും അനുസരിച്ചാണ് 10 മണിപ്പൂവ് 10 മണിക്ക് വിടരുന്നതും 4 മണിപ്പൂവ് 4 മണിക്ക് വിടരുന്നതും, താമര പകൽ വിടരുന്നതും ആമ്പൽ രാത്രിയിൽ വിടരുന്നതും. സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിലുള്ള റെറ്റിനയിൽ പതിക്കുകയും റെറ്റിനയിൽ നിന്ന് സിഗ്നൽസ് നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രാകാസ്മാറ്റിക് ന്യൂക്ലിയസിലേക്ക് എത്തുകയും അവിടുന്ന് സിഗ്നൽസ് ചില ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ നമ്മളെ ഓരോ ദിവസത്തെയും പ്രവൃത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ ഇരുട്ട് പരക്കുമ്പോൾ മെലറ്റോണിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുകയും നമ്മളെ ഉറങ്ങാനുള്ള സിഗ്നലുകൾ തരികയും ചെയ്യുന്നു. നമ്മുടെ സന്ധികൾ, നാഡികൾ, പേശികൾ എന്നിവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സമഗ്ര ആരോഗ്യം കിട്ടുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ പേശികളെയും ബലപ്പെടുത്തുകയും ബ്ലഡ് സർക്കുലേഷൻ, ശ്വസനം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ ആകൃതി നിലനിർത്തുന്നതിനും ഈ വ്യായാമമുറ വളരെ നല്ലതാണ്. സൂര്യോദയ സമയത്ത് സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ഇത് സാധാരണ പരിശീലിക്കുന്നത്. സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നു. ശുദ്ധവും ശാന്തവുമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. സാധാരണ തറയിൽ നിന്ന് ഇത് ചെയ്യാറില്ല. ശരീരത്തിന് പൊരുത്തമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അത്യുത്തമമാണ്. അമിത ഭക്ഷണശേഷവും അമിതമായി ശരീരക്ഷീണമുള്ളപ്പോഴും ഇത് ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സ് പൂർണ്ണമായും നമ്മുടെ ശരീരത്തോടും ശ്വസനത്തോടും ബന്ധപ്പെട്ടിരിക്കണം. ഇത് തുടങ്ങുന്നവർക്ക് ഓരോ ദിവസവും 3 സെറ്റ് വരെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യക്ഷമത വർദ്ധിക്കുമ്പോൾ 12 സെറ്റും അതിൽ കൂടുതലും ചെയ്യാവുന്നതാണ്. സൂര്യ നമസ്കാരത്തിന്റെ ഓരോ ആസനത്തിലും ശ്വാസം അകത്തേക്ക് വിടുന്നതും പുറത്തേക്ക് വിടുന്നതും പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. അകത്തേക്ക് ശ്വാസം വലിക്കുന്നത് പുറകോട്ട് വളയുന്ന ചെസ്റ്റ് എക്സ്പാൻഷൻ പോസ്റ്ററിലാണ്. ഇപ്പോൾ ഈ സമയത്ത് ശ്വാസകോശം വികസിക്കുകയും ഫ്രഷ് എയർ ധാരാളം ശ്വാസകോശത്തിനകത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു. മുന്നോട്ട് വളയുന്ന ചെസ്റ്റ് കൺട്രാക്ഷൻ പോസ്റ്ററിലാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. തറയിൽ അമർന്നു കിടക്കുന്ന പോസ്റ്ററിലാണ് ശ്വാസം അകത്ത് പിടിച്ചു വെക്കേണ്ടത്. ഓരോ ഘട്ടത്തിലും ശരിയായ ശ്വാസോച്ഛ്വാസം മൂലം ധമനികളിൽ രക്തഓട്ടം കൂടുകയും ഹാർട്ട് റേറ്റ് കൂടുകയും ചെയ്യുന്നു. ഇത് ശരീരം മുഴുവൻ ഓക്സിജൻ സപ്ലൈ ചെയ്യുവാനും ഓക്സിജൻ ആഗിരണം ചെയ്യുവാനും സഹായിക്കുന്നു. നമ്മുടെ ഡയഫ്രത്തിൻ്റെയും ഇന്റർകോസ്റ്റൽ മസിൽസിൻ്റെയും ബലം കൂട്ടുവാൻ ഈ എക്സസൈസ് സഹായിക്കുന്നു. മുന്നോട്ടും പിന്നോട്ടും വളയുന്നത് ആമാശയം, കുടൽ എന്നീ ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും ദഹനത്തിനും പോഷകാംശങ്ങൾ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മെറ്റബോളിസം കൂട്ടുന്നു. തൈറോയിഡ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻഡ് എന്നിവയുടെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നു. അവയുടെ ഹോർമോണുകൾ ഉൽപാദനത്തിനും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. ഇത് ആർത്തവചക്രം നിയന്ത്രിക്കുന്നതിനും ആർത്തവ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. പ്രത്യുൽപാദനത്തിന് സഹായകരമായ ഹോർമോണുകളെ സന്തുലിതമാക്കാനും ഈ യോഗാഭ്യാസം സഹായകരമാണ്. ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് സിറോട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുകയും മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് കോർട്ടിസോൾ പോലുള്ള ഹോർമോണിന്റെ ഉൽപാദനം കുറയ്ക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കോൺസെൻട്രേഷൻ കൂട്ടുകയും ചെയ്യുന്നു. ഇത് പാരാസിമ്പത്തറ്റിക് നെർവ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാവുകയും ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുകയും ശരീരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനെയൊക്കെ പുറന്തള്ളാനും സഹായിക്കുന്നു. ഇത് നമ്മുടെ പേശികളെയും നട്ടെല്ല്, കൈകാലുകൾ എന്നിവയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. സന്ധികൾ ആയാസരഹിതമായി ചലിപ്പിക്കാൻ ഈ വ്യായാമ മുറ സഹായിക്കുന്നു. ഇത് മെറ്റബോളിസം കൂട്ടുകയും ശരീരത്തിലുള്ള കൊഴുപ്പിനെ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ അമിതവണ്ണം കുറയ്ക്കാൻ ഇത് നല്ലൊരു വ്യായാമ മുറയാണ്. ആർത്തവ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യാൻ പാടുള്ളതല്ല. കൊറോണറി ആർട്ടറി ഡിസീസ്, നട്ടലിന് ക്ഷതമേറ്റവർ, ഹെർണിയ, പെപ്റ്റിക് അൾസർ എന്നിവയുള്ളവർ ഈ വ്യായാമമുറ പാലിക്കാൻ പാടില്ലാത്തതാണ്.
ഇടുപ്പിനും ഒക്കെ പ്രശ്നമുള്ളവർ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം മാത്രം ഇത് ചെയ്യാവുന്നതാണ്. ഗർഭിണികൾ ഒരു യോഗാചാര്യന്റെ നേതൃത്വത്തിൽ മാത്രം വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് ചെയ്യേണ്ടതാണ്. ദിവസേന സൂര്യ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ സപ്ലൈയും ഒക്കെ മെച്ചപ്പെടുകയും നമ്മുടെ ക്ഷീണം കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദിവസം മുഴുവൻ സന്തോഷത്തോടും ഊർജ്ജസ്വലതയോടും ഇരിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു.